ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വലിയൊരു പാചകക്കാരിയൊന്നുമല്ല. അപ്പോൾ കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. ആ കക്ക നമുക്കൊന്ന് ചമ്മന്തിയാക്കണം. അപ്പം മീൻസ് ചമ്മന്തിയാക്കാൻ പറഞ്ഞാൽ കക്ക ചമ്മന്തിയാക്കാമെന്നല്ല, കക്ക ഇറച്ചി കൊണ്ട് നമുക്കൊരു ചമ്മന്തിയാക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു കലത്തിലിട്ട് നമുക്ക് ജസ്റ്റ് അതിനെ വന്നിട്ട് നമ്മളൊന്ന് വേവിക്കണം. എന്നാലേ നമുക്ക് ആ കക്ക ഇറച്ചി പുറത്ത് കിട്ടുള്ളൂ. അപ്പം ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തീയൊന്നും കത്തിക്കരുത് കേട്ടോ. ഒരുപാട് തീ കത്തിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കക്ക കിട്ടിക്കണമെന്നില്ല നിർബന്ധമില്ല. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓടിച്ചെന്ന് കൈയിടരുത്, കൈ എന്തായാലും പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആവിയൊക്കെ ഒന്ന് പോയിട്ട് നമുക്കതിനെ എടുക്കുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും കക്ക വെന്ത് കഴിഞ്ഞാൽ വരുന്നത്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ചൂടാറിയ ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കൈ പൊള്ളുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ തോടിൻ്റെ ഉള്ളിൽ നിന്ന് കക്കേനെ ഒന്ന് നീക്കം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇത് പൊളിക്കുകയാണ്. അപ്പോൾ പൊളിച്ചിട്ട് വേണം നമുക്കിതിനെ തേങ്ങ ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കണം. ഇതും കൊണ്ട് കിട്ടാം. അപ്പോൾ നമ്മൾ പൊളിച്ചു ഈ ഒരു രൂപം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ഒന്നാകെ കൊണ്ടുപോയി കക്ക കൊണ്ടുപോയി ഇടരുത്, പൊട്ടിത്തെറിച്ച് അടുക്കള നാശമാകും. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് തേങ്ങ ആളുടെ എണ്ണ അനുസരിച്ചിട്ട് തേങ്ങ കുറച്ച് കൂടുതലെടുക്കുക. അപ്പോൾ ഞങ്ങൾക്കൊരു 2-3 ആൾക്കാർക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഒരു തേങ്ങ എടുത്തിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് കുറച്ച് 4-5 കഷ്ണം ചെറിയുള്ളി, പിന്നെ 3 അല്ലെങ്കിൽ 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. വെളുത്തുള്ളി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാരണം ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കക്ക കഴിച്ച് കഴിഞ്ഞാൽ വയറിന് ചിലപ്പം ചില അസ്കിത വരാറുണ്ട്. എന്നിട്ട് ആ തേങ്ങ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് നമുക്ക് ഒന്ന് ചട്ടിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം മാത്രമേ കക്ക ഇടാൻ പാടുള്ളൂ. അപ്പം ഇനി കക്കയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഇളക്കണം. അടിയിൽ പിടിക്കരുത്. അടിയിൽ എങ്ങാനും പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലപോലെ തീ ഒന്ന് കുറച്ചിടുക. കുറച്ചിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഒരു കാര്യം, ഉപ്പ് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കക്കയ്ക്ക് ഓൾറെഡി ഉപ്പുണ്ട്, ഉപ്പ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കുറച്ച് ഉപ്പിടുക. അപ്പോൾ ചിലപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലാവും. പിന്നെ നല്ല നിറവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടത്, നമുക്ക് ഒരുപാട് എരിവ് വേണ്ട. അപ്പം എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നന്നായി ട്രൈ ആക്കണം കേട്ടോ. ട്രൈ ആക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് വയറിന് പിടിക്കത്തില്ല. അപ്പം നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കുക. ഡ്രൈ ആക്കിയ ശേഷം ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം ചില ആൾക്കാർക്ക് നല്ലപോലെ ഡ്രൈ ആക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചില ആൾക്കാർക്ക് കുറച്ച് ഒരു വെള്ളത്തോട് കൂടിയിട്ടുള്ളതാണ് ഇഷ്ടമാണെങ്കിൽ അതുപോലെ. അപ്പം ഞങ്ങൾക്ക് നല്ല തേങ്ങയൊക്കെ നല്ല പോണ വറുത്തിട്ട് വേണം ഞങ്ങൾക്ക് അത്. അങ്ങനെ ഒരു പരുവത്തിലാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ നല്ല പോണ ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഡ്രൈ ആക്കിയിട്ട് വന്നിട്ടുള്ളത്. അപ്പം കക്കയുടെ വെള്ളം കുടിക്കാം കേട്ടോ. കക്കയുടെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളതാണ് ഈ കക്കയ്ക്ക്. മക്കൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ മാത്രമല്ല, കക്കയുടെ ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ അത് വെറുതെ തിന്നുന്ന ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഈ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊന്നും ചില ആൾക്കാരിത് കഴിക്കില്ല. അപ്പം എൻ്റെ വീട്ടിലെ മക്കളാണെങ്കിലും ഒന്നും വലിയൊരു താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അവരിത് കണ്ടാൽ തന്നെ ഓടും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അത് ചില അറിയുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയ ശേഷം ഈ ഒരു നിറത്തിലാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്, ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒരു ഒഴിച്ചുകറിയുടെയോ അല്ലെങ്കിൽ ഒരു തോരൻ്റെയോ ഒരു ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കറി തന്നെ മതി. ഇതിലേറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കക്ക ചമ്മന്തി ഉണ്ടാക്കിയ ചട്ടിയിൽ ചോറുണ്ണുക എന്ന് പറഞ്ഞാണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഇന്നലത്തെ കുറച്ച് മാങ്ങാപ്പുളിശ്ശേരിയും പിന്നെ കുറച്ച് കക്കയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് ഞാനൊരു പിടി അങ്ങ് പേടിച്ച്. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു, നല്ല അടിപൊളി. കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഫുഡെന്ന് പറയുന്നത് ഇതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ കക്ക ചമ്മന്തി റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പോരാത്തിന് ഹൈപ്പും കൂടെ ചെയ്യണം. അപ്പം കക്ക ചമ്മന്തി ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരോ ഒന്ന് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കേ, ടാറ്റാ, ബൈ ബൈ.